Hello everyone. ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. ഒരു 2 ആഴ്ചത്തോളമായി നമ്മൾ നല്ലൊരു വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് പഠിത്തത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ കുറച്ചിട്ടത്. പക്ഷേ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ന്യൂസിലൻഡിൽ സ്റ്റുഡൻ്റായിട്ട് നമ്മൾ വരുമ്പോൾ എങ്ങനെ ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാം, നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടാണോ വരണ്ടേ, അതോ ഇവിടെ വന്നിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് എൻക്വയറി ചെയ്ത് കണ്ടുപിടിച്ചാൽ മതിയോ, പിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ അക്കോമഡേഷൻ കണ്ടുപിടിച്ചത്, എനിക്ക് പറ്റി ചില പാളിച്ചകൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ടീം തറവാടീസ്. ന്യൂസിലൻഡിൽ നമുക്ക് മേജറായിട്ടും 3 രീതിയിലാണ് ഈ അക്കോമഡേഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് എൻസ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടുണ്ടാവും, ആ ഹൗസിൻ്റെ ഉള്ളിൽ 3-4 റൂംസ് ഉണ്ടാവും. ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടാവും. ആ ഒരു മോഡൽ ഓഫ് താമസിക്കുന്ന രീതിയാണ് ഈ പറഞ്ഞ എൻസ്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ നോർമലി നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോൾ ഫസ്റ്റ് എൻസ്യൂട്ട്സ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ന്യൂസിലൻഡിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു അവരുടെ വീട്ടിൽ ഒരു റൂം റെൻ്റ് ഔട്ട് ചെയ്യും. അപ്പം നമ്മൾ സ്റ്റുഡൻസ് ആണ്, ഒരാളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഫാമിലിയുടെ കൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അവർ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ആയിട്ടുള്ള ഒരു റൂമായിരിക്കും നോർമലി തരുന്നത്. എന്നാൽ ചില കേസിൽ കോമൺ ബാത്റൂം ആയിട്ടുള്ളതും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് യൂസ് ചെയ്യുന്ന സെയിം ടോയ്ലറ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട്. അതുപോലെ ചില ഫാമിലി മെമ്പേഴ്സ് കൂടെ നിൽക്കുന്ന ടെനൻസിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ ചിലത് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് തരും. അപ്പം നിങ്ങൾ ഫുഡൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് കുക്കിംഗ് ഒന്നും അധികം അറിയാൻ പാടില്ല, അങ്ങനെയുള്ള കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ ഫാമിലി ഷെയർ ചെയ്യുന്ന റൂമിൻ്റെ കൂടെ നിന്ന് അവരുടെ കൂടെ നമ്മൾ ഫുഡും കൂടി വേണം എന്നുള്ള റിക്വസ്റ്റ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഓപ്ഷൻസും ഉണ്ട്. ഇനി ഇതിലൊരു കേസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നിൽക്കാനും തന്നെ താമസിക്കാനൊക്കെ പേടിയുള്ള കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ എനിക്ക് ആരോടും സംസാരിക്കാണ്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർക്കാണെങ്കിലും ഈ ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യുന്ന ഓപ്ഷൻ വളരെ നല്ലൊരു സ്യൂട്ടായിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ ഓപ്ഷനിൽ പോകാൻ പറ്റും. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഫുൾ ഹൗസ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലൻഡിൽ ഒരുപാട് ഹൗസുകളുണ്ട്, അല്ലെങ്കിൽ യൂണിറ്റ് ഹൗസ് അല്ലെങ്കിൽ ഒരു ഫുൾ ഹൗസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ കോൺട്രാക്റ്റിൽ റെൻ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ കൂടുതലും ഫാമിലീസാണ് ഇങ്ങനത്തെ ഹൗസ് ഓപ്ഷൻസ് പ്രിഫർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ ഹസ്ബൻഡും ഫാമിലി കുട്ടികളൊക്കെ ആയിട്ടാണ് ന്യൂസിലൻഡിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ യൂണിറ്റ് ഹൗസും ഒരു ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ അത്ര പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കില്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഒരു വീട് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഹൗസ് റെൻ്റ് ഔട്ടിന് എടുക്കാമെന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് അക്കോമഡേഷൻ ആണ് ചൂസ് ചെയ്യണേന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ടൈപ്പ് ഓഫ് അക്കോമഡേഷൻ സെർച്ച് ചെയ്യാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂസിലൻഡിൽ ഒരുപാട് വെബ്സൈറ്റുകളും ഒരുപാട് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഗ്രൂപ്പുകളിലെല്ലാം കയറി പറ്റാൻ നോക്കുക എന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വെബ്സൈറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. വെബ്സൈറ്റിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ട്രേഡ് മീ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ട്രേഡ് മീയിൽ നമുക്ക് ജോബ്സ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. സെയിം ടൈം ഈ അക്കോമഡേഷനും അതിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ ഈ ട്രേഡ് മീ എന്ന് പറഞ്ഞ ആപ്പ്, ട്രേഡ് മീ ന്യൂസിലൻഡിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ്റെ ടൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ലോഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് മേജറായിട്ടും 2 വെബ്സൈറ്റ് നമുക്കറിയാവുന്നത്, ലോഡ്ജും ട്രേഡ് മീയും. സെയിം ടൈം നമുക്ക് ഒരുപാട് മലയാളീസ് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് മലയാളീസിൻ്റെ തന്നെ ഫേസ്ബുക്കിൻ്റെ പേജസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ റിക്വസ്റ്റ് എടുത്ത് കൊടുത്തിട്ട് നമ്മളൊരു ഫോർമൽ മെസ്സേജ് അതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മലയാളീസ് തന്നെ ഹൗസ് റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഒരു റൂം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവരായിട്ട് ഡീൽ ചെയ്ത് നമ്മൾ വരുന്നതിനേക്കാളും മുമ്പ് സെറ്റ് ചെയ്യാൻ പറ്റും.
ഇപ്പം നിങ്ങളൊരു എൻസ്യൂട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ വീക്കിലി ആണ് നമുക്കിവിടെ റെൻറ്റ് വരുന്നത്. സോ വീക്കിലി ഒരു $170 to $260 ആ റേഞ്ചിലാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ അടുത്തും ഒക്കെ ആയിട്ടുള്ള എൻസ്യൂട്ട്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇല്ല നിങ്ങളൊരു ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഈ ഒരു റേഞ്ച് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾ വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ ഷെയറിങ് ഓപ്ഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു 120 റേഞ്ച് ടു 180 റേഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അല്ല നിങ്ങൾക്കൊരു ഫുൾ ഹൗസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെൻറ്റ് കുറച്ച് കൂടുതലാണ് ഹൗസ് നമ്മളിവിടെ എടുക്കുമ്പോൾ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 450 to ഒരു 800 റേഞ്ചിലാണ് നമുക്ക് വീടുകൾ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഫയൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ അക്കോമഡേഷൻ സെർച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിൻ മീ, ലോഡ്ജ് ഈ വെബ്സൈറ്റുകളിലൊക്കെ ഒന്ന് കയറി നോക്കാം. എന്നിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് അതിൽ കാണാൻ പറ്റും. സോ അല്ലെങ്കിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഹോമുകൾക്ക് റിക്വസ്റ്റ് കൊടുക്കും. ഈ സൈറ്റുകളിലൂടെ നമ്മൾ ആപ്ലിക്കേഷൻ ഇടുന്നതാണ് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഇടുമ്പോൾ നമ്മളെ തന്നെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണം. അതായത് നമ്മൾ ഇന്ന ഡേറ്റിലാണ് ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ നമുക്ക് ഫാമിലി ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രിഫറൻസ് മെൻഷൻ ചെയ്യണം. നമ്മൾ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, വീടും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് നോക്കുന്ന ഒരാളാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഡിസ്ക്രിപ്ഷൻ ഇടാൻ. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ പരിചയമില്ലാത്ത ഒരാളാണ് നമുക്ക് ഒരു റൂം റെൻ്റ് ഔട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞാൽ മാത്രമാണ് ഇവിടുത്തെ ആൾക്കാർ നമുക്കൊരു പ്രിഫറൻസ് തരുള്ളൂ. സോ ഡിസ്ക്രിപ്ഷനിൽ ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പ്രൂവ് ചെയ്യാൻ പാകത്തിനുള്ള ഡീറ്റെയിൽസ് അവർക്ക് ഷെയർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് കാണിക്കാം. അല്ല ഇവിടെ വന്നതിന് ശേഷമാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാം. സെയിം ടൈം നിങ്ങളുടെ പാസ്പോർട്ട് ഒരു ID പ്രൂഫായിട്ട് അവർക്ക് കൊടുക്കണം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിനുള്ള ഡീറ്റെയിൽസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം അതിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് പിന്നെ അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളും കൂടിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാനായിട്ട്. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വ്യൂവിംഗ് ആണ്. വ്യൂവിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ അവർക്ക് ഓക്കെ ആയിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വ്യൂവിങ്ങിന് റിക്വസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വീട് ഇഷ്ടപ്പെട്ടു, ഓട്ടോമാറ്റിക്കലി അവിടെ വ്യൂവിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ വെബ്സൈറ്റ് മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു റിക്വസ്റ്റ് പോകും. അവർ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വ്യൂവിങ്ങിൻ്റെ ഒരു ഡേറ്റും ഒരു പർട്ടിക്കുലർ ടൈമും തരും. അപ്പോൾ ആ ടൈമിൽ ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്നാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ പരിചയമുള്ള ആരെങ്കിലും ആ പ്ലേസ് ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് വിടുക. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നോക്കുക. ഇല്ല നിങ്ങൾ ഇവിടെ ഉള്ളൊരു സ്റ്റുഡൻ്റ് ആണ്, വന്നതിന് ശേഷമാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പോയി നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ഭംഗിയാണോ അല്ലെങ്കിൽ എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വ്യൂവിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വ്യൂവിങ്ങിന് ഒരു കറക്റ്റ് ഡേറ്റും ടൈമും തരും. ആ ഡേറ്റും ടൈമിൻ്റെ ഒരു 10 minutes മുമ്പെങ്കിലും നമ്മൾ അവിടെ എത്താൻ ശ്രമിക്കേണ്ടതാണ്. കാരണം ഇവിടുത്തെ ആളുകൾ ടൈം വളരെ ഷാർപ്പായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ലേറ്റ് ആവാണ്ടിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. വൺസ് നമ്മൾ വീടെല്ലാം കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു, റൂമും കാര്യങ്ങളും എൻസ്യൂട്ട്സും എല്ലാം നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അവർ നമുക്ക് 2 റെഫറൻസ് ചെക്കിന് വേണ്ടിയിട്ട് 2 യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പറയും. അപ്പം ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ റെഫറൻസിന് കൊടുക്കാം. ഇല്ല ഇവിടെ വന്നതിന് ശേഷമാണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി താമസിക്കുന്ന വീട്ടിലെ ആളുകളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏജൻസി ഈ പറഞ്ഞ റെഫറൻസ് ചെക്കിൽ മെൻഷൻ ചെയ്തേക്കുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവർ കൂടുതലായിട്ടും ചോദിക്കുന്നത് ഇയാൾ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ, നമ്മൾ എന്തെങ്കിലും ക്രിമിനൽ കേസോ ഇഷ്യൂസോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ, ആളുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, അതൊക്കെയാണ് അവർ കൂടുതലും ഈ റെഫറൻസ് മെൻഷൻ ചെയ്തേക്കുന്ന ആളുകളായിട്ട് എൻക്വയറി ചെയ്യുക. റെഫറൻസ് ചെക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ഒഫീഷ്യലി ഒരു മെയിൽ അയക്കും. ആ മെയിലിൽ നമ്മൾ എന്നത്തേക്കാണോ ഈ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ ഈ ഹൗസിലോട്ട് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് പറഞ്ഞിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഏജൻസി ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി ആയിട്ടോ എഗ്രിമെൻ്റ് വെക്കുന്ന ടൈമിൽ മിനിമം 3 months to 12 months ആണ് നമ്മൾ നോർമലി വെക്കാൻ പറ്റുന്നത്. either നമുക്ക് 3 months വെക്കാം,
6 months വെക്കാം, 9 months വെക്കാം, 12 months വെക്കാം. അങ്ങനെയാണ്. ഇനി ഇൻ കേസ് നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു 1 ഇയറിലോട്ടാണ് നമ്മൾ എടുത്തത്, പക്ഷെ ഒരു 6 months കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിന്ന് മാറണം എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമില്ല. നമ്മൾ ഒരു 4 weeks പ്രയർ ആയിട്ട് ഈ ഏജൻസിക്കോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന വീട്ടിലെ ആളുകൾക്കോ ഒരു നോട്ടീസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഗ്രിമെൻറ്റ് പീരീഡിന് മുമ്പും അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. അങ്ങനെയാണ് നോർമലി ഇവിടുത്തെ ഏജൻസി ത്രൂ എല്ലാം നടക്കുന്നത്. പിന്നെ ഡിപ്പെൻഡ് ഓൺ ചില ഫാമിലീസ് അവർ എഗ്രിമെൻറ്റ് വൺസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമ്മതിക്കാറില്ല. അപ്പോൾ അത് നമ്മൾ കയറുന്നതിനേക്കാളും മുമ്പ് അവരുടെ അടുത്ത് കൺഫേം ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. റെൻറ്റ് കൂടാണ്ട് ന്യൂസിലൻഡിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന 2-3 കാര്യങ്ങളാണ് ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഗ്യാസ്, വൈഫൈ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ വൈക്കാട്ടോ റീജിയനിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ബില്ല് ഉണ്ടാവില്ല, വാട്ടർ നമുക്ക് ഫ്രീ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു വീട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുമ്പോൾ അതിൽ ഇലക്ട്രിസിറ്റി ബില്ല് പിന്നെ വൈഫൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റെൻ്റ് ആയിരിക്കും വീക്ക്ലി നിങ്ങളുടെ അടുത്ത് എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവാം. ഇനി നിങ്ങളൊരു ഫാമിലിയുടെ കൂടെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദ കേസിലും അങ്ങനെയാണ്. നിങ്ങൾ ഇൻക്ലൂഡിങ് വൈഫൈ ആൻഡ് ഇലക്ട്രിസിറ്റി ബില്ലായിരിക്കും നമുക്ക് അക്കോമഡേഷൻ അല്ലെങ്കിൽ റെൻറ്റ് ഫൈനലൈസ് ചെയ്ത് വരുന്നത്. പക്ഷെ ചില ആളുകൾ നമ്മൾ നാട്ടിൽ നിന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ വരുമ്പോൾ റെൻറ്റിൻ്റെ കൂടെ എക്സ്ട്രാ നിങ്ങൾ EBയും വൈഫൈയും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞ് കേട്ട അനുഭവം സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ലാൻഡ് ലോഡായിട്ട് കറക്റ്റായിട്ട് കൺഫേം ചെയ്യണം നിങ്ങളുടെ വീക്ക്ലി റെൻറ്റിൽ ഇലക്ട്രിസിറ്റി ആൻഡ് വൈഫൈ ഇൻക്ലൂഡ് ആണോ അല്ലയോ എന്നുള്ളത്. നോർമലി അങ്ങനെ ഇൻക്ലൂഡ് ആക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഏജൻസി ത്രൂ ആണ് ഈ ബുക്കിംഗ് ഒക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 2 weeks to 4 weeks അത്ര എടുക്കും. അപ്പം നിങ്ങൾ എന്നാണോ ന്യൂസിലൻഡിൽ വരാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റിൻ്റെ ഒരു 1 month പ്രയർ ആയിട്ടോ അല്ലെങ്കിൽ 3 weeks പ്രയർ ആയിട്ടോ നിങ്ങൾ അന്വേഷിച്ച് തുടങ്ങി ഇത് കൺഫേം ചെയ്യേണ്ടതായിരിക്കും കൂടുതൽ നല്ലതായിട്ടുള്ളത്. മിക്ക യൂണിവേഴ്സിറ്റീസും കോളേജസും ഒക്കെ സ്റ്റുഡൻസിന് അക്കോമഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പയർ ടു അതർ അക്കോമഡേഷൻ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എക്സ്പെൻസ് പ്രശ്നമില്ല, ഇവിടെ വന്നാലും എത്ര റെൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെയുള്ളൊരു അക്കോമഡേഷനിലാണ് താമസിക്കുന്നതെന്ന് ആണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ന്യൂസിലൻഡിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓരോ റീജിയൺ അനുസരിച്ച് ആ പർട്ടിക്കുലർ റീജിയണിൽ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന പോലെയോ അങ്ങനെയൊക്കെ ഒരുപാട് ഗ്രൂപ്പുകൾ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും നമ്മൾ സ്റ്റുഡൻസ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആരെങ്കിലുമൊക്കെ ത്രൂ അതറിയാൻ പറ്റും. അപ്പോൾ അതിലെല്ലാം കയറിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുക. വൺസ് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന ഡേറ്റിലേക്ക് ഇന്നൊരു സ്റ്റുഡൻറ്റിന് ഇന്ന ഡീറ്റെയിൽസ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ബാക്കി ഈ റെൻ്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഡെഫിനറ്റായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് കണക്ട് ചെയ്യാൻ പാകത്തിന് ഒരുപാട് ആപ്ലിക്കേഷൻസും എല്ലാ യൂണിവേഴ്സിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷനിലെല്ലാം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമുക്ക് ഓരോ ഇപ്പം ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ കേരള എന്ന് വന്നിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പ് അങ്ങനെ പല ഗ്രൂപ്പുകളും ഉണ്ടാവും. അതും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലും നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുത്താലും ഇതുപോലെ ഇത് അക്കോമഡേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്നതായിരിക്കും. ഇനി എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയാൻ പോകുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു 5-6 ഫ്രണ്ട്സൊക്കെ ആയിട്ട് മീൻസ് ഇങ്ങനെ ഏജൻസി ത്രൂ പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ഒരു വീട് എടുത്ത് നിൽക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് നാട്ടിൽ നിന്ന് വിചാരിച്ച് വന്നത്. പക്ഷേ നമ്മൾ വീടുകളും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് നോക്കി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കൊരു ഏജൻസി നമ്മുടെ അടുത്ത് പറഞ്ഞു അവർ അറേഞ്ച് ചെയ്ത് തരാം, നമ്മളൊരു ഇത്ര എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. സോ നമ്മളെല്ലാവരും കൂടി കളക്ട് ചെയ്ത് ആ പർട്ടിക്കുലർ എമൗണ്ട് കൊടുത്തു. ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം സൈൻ ചെയ്ത് ഫയൽ ചെയ്ത് ആപ്ലിക്കേഷൻ മൂവ് ചെയ്തു. അപ്പോൾ അവർ നമ്മുടെ ആപ്ലിക്കബിൾ അല്ലെങ്കിൽ നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ നോക്കി എല്ലാം ഓക്കെ ആയി. ഒരു വീട് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു വീട് ഓക്കെ പറഞ്ഞ് സെറ്റാക്കിയായിരുന്നു. നമുക്ക് ഇവിടെ പരിചയമുള്ള കുറച്ച് ആൾക്കാരെ വിട്ടിട്ട് വ്യൂവിങ്ങിന് നമ്മൾ പോയായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഏജൻസിക്കാരൻ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു നിങ്ങൾ വരുമ്പോൾ തന്നെ ഈ അഡ്രസ്സ് കൊടുത്താൽ മതി, എല്ലാം നിങ്ങൾക്ക് സെറ്റാണ്, പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞായിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഫ്ലൈറ്റ് എടുക്കണതിൻ്റെ 2 days or 3 days
ഈ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറയുവാണ് നമുക്ക് ആ ഹൗസ് എടുക്കാൻ പറ്റത്തില്ല, അത് അവർ സമ്മതിക്കണില്ല, അത് റിജക്റ്റ് ആയി എന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് ഭയങ്കര ടെൻഷനായി പോയി. കാരണം നാട്ടിൽ നിന്ന് നമ്മൾ എല്ലാം ഓക്കെ ആണെന്ന് വിചാരിച്ചിട്ടാണ് വരാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു 2-3 days ബാക്ക് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുവാണ് അക്കോമഡേഷൻ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനായിരുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്ത് ഇവിടെയുള്ള മലയാളീസിൻ്റെ ആയിട്ട് സംസാരിച്ച് അങ്ങനെയാണ് പലരും പല അക്കോമഡേഷൻസ് എടുത്തത്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഏജൻസി കാര്യങ്ങളിലൊന്നും ഇത് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഏജൻസിയിൽ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ കൂടുതലും വേറെ അക്കോമഡേഷൻ എല്ലാം നമുക്ക് കണ്ടുപിടിച്ച് തരാം, നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ, ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ മാറാം എന്നുള്ളൊരു ഓപ്ഷനൊക്കെ തരാം, നമുക്ക് ഫണ്ട് തിരിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഏജൻസിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ഫാമിലീസോ എങ്ങനെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അക്കോമഡേഷൻ റെഡിയാക്കി തരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. പക്ഷേ ഈ പൈസ കൊടുത്തിട്ടുള്ള ഒരു സർവീസും കാര്യങ്ങളൊന്നും മാക്സിമം എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇവിടെ വൺസ് നമ്മളിവിടെ വന്ന് താൽക്കാലികമായിട്ടൊരു അക്കോമഡേഷൻ നിങ്ങൾ കണ്ടുപിടിച്ച് ഇവിടെ എത്തിയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പല പല ലൊക്കേഷനിലേക്ക് മാറാൻ പറ്റും. ഇവിടെ വന്ന് ഫെമിലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ വന്ന് ഒരു നല്ല അക്കോമഡേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് മാറണതായിരിക്കും നല്ലത്. നാട്ടിൽ നിന്ന് തൽക്കാലത്തേക്ക് നിൽക്കാൻ പാകത്തിനുള്ളൊരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാനും നോക്കാം. ഞാനിവിടെ ആദ്യം വന്നപ്പോൾ ഒരു ഷെയർഡ് ആയിട്ടുള്ള അക്കോമഡേഷനിലാണ് നിന്നത് ഫാമിലിയുടെ കൂടെ. അവിടെ ഒരു റൂമിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഷെയർ ചെയ്തത്. അത് ഏകദേശം ഞങ്ങൾക്കൊരു 140 റേഞ്ചാണ് വീക്കിലി വന്നുകൊണ്ടിരുന്നത് റെൻറ്റ്. അതിനുശേഷം ഫാമിലി വന്നപ്പോൾ നമ്മളൊരു വീട് എടുക്കുകയാണ് ചെയ്തത്. ആ വീട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു യൂണിറ്റ് ഹൗസ് ആണ്. ആ യൂണിറ്റ് ഹൗസിൻ്റെ 2 ഫാമിലീസാണ് അതിൽ താമസിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറും ഉണ്ട്, അപ്പർ ഫ്ലോറും ഉണ്ട്. 2 ഫ്ലോറിലും 2 ഫാമിലീസ്, 2 സെപ്പറേറ്റ് എൻട്രൻസ്, അങ്ങനെയാണ്. അപ്പോൾ ഫാമിലീസൊക്കെ ആയിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ അക്കോമഡേഷൻ ആയിരിക്കും കൂടുതൽ നല്ലത്. ഇതും നമ്മൾ ഏജൻസി ത്രൂ ഒന്നും എടുത്തതല്ല, നമ്മൾ ഇതുപോലെ ഗ്രൂപ്പുകളിൽ കണ്ട് നമുക്ക് പരിചയക്കാരുടെ ത്രൂ എല്ലാം അറിഞ്ഞ് ഇങ്ങനൊരു ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയതാണ്. അപ്പം മാക്സിമം അക്കോമഡേഷൻസ് നമുക്ക് പരിചയമുള്ള ആൾക്കാർ ത്രൂ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. സോ ഇതൊക്കെയാണ് നമുക്ക് ന്യൂസിലൻഡിൽ അക്കോമഡേഷനെ പറ്റി അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വെബ്സൈറ്റുകൾ വേറെ ഗ്രൂപ്പുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോസ് കാണുന്ന ആർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ കുറച്ചൊരു ഡിലേ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ടീം തറവാടീസിൻ്റെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ക്വറിയുടെ റെസ്പോൺസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും നമ്മൾ എത്രയും വേഗം റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ന്യൂസിലൻഡ് അക്കോമഡേഷനെ പറ്റി നമുക്കറിയാവുന്ന കാര്യങ്ങൾ. ഇനി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.